ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് 2 പരിപാടികളാണുള്ളത്. നമ്പർ 1, ഒന്ന് കുളിക്കണം, നാളെ ഹോസ്പിറ്റലിൽ പോകണം. സോ അതിന് മുമ്പായിട്ട് ആൻറ്റിബയോട്ടിക് അടിച്ച് നശിച്ചിരിക്കുന്ന എൻ്റെ വയറിനെ ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട് മുന്തിരി കുതിർത്ത വെള്ളവും മുന്തിരിയും കുടിച്ചു. ഒരാഴ്ചയായി ഞാൻ കുടിച്ചിട്ട്. ആഴ്ചയിലുള്ള കുളിയായതുകൊണ്ട് നീട്ടി നിവർത്തി എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് ഒരു നീണ്ട നീരാട്ടിനുള്ള പോക്കാണിത്. വണ്ടിയിലേറിയാണ് ഞാൻ കുളിക്കാൻ പോകുന്നത്. ഔറൂസും ഉണ്ട് കൂടെ. വെട്ടം കണ്ടതിൻ്റെ സന്തോഷം. കൃത്യസമയങ്ങളിൽ ഭക്ഷണം മുന്നിലെത്തും. ഇന്ന് പുട്ടും കടലയും. ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ വിളിച്ചു വരുത്തും. ശേഷം കുറച്ച് പുട്ടിയല്ല സൺസ്ക്രീൻ. ശേഷം നന്നായി കൈ കഴുകുക. എന്നിട്ട് പുട്ട് വാരി അടിക്കുക. പ്ലേ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാൻ പോണ ദിവസമാണ്. കൂടെ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പോകാൻ കഴിയില്ലല്ലോ. ചുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട്. അവളുടെ മൊത്തം സന്തോഷം കണ്ടില്ലേ? കുറച്ച് സങ്കടമുണ്ട്. ഏത്തപ്പഴം കഴിച്ചു, അതങ്ങ് അടക്കി വെച്ചു. ഈ ഇടയായിട്ടുള്ള സന്തോഷം അൺബോക്സിംഗ് കൊറിയേഴ്സ്, പ്രത്യേകിച്ചും എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ. പക്ഷേ ഇതെനിക്കുള്ളതല്ല, ഇത് ഹസ്ബൻഡിനുള്ളതാണ്. ഇതെനിക്ക് അടിപൊളിയല്ലേ? കൊള്ളാം. യൂണിഫോം ഒക്കെ ഇട്ട് നോക്കി. ചെത്ത് സൂപ്പർ. ആൾ ടൈം മൈ ഫേവറേറ്റ് ചോറും ചമ്മന്തി. അത് സാപ്പിട്ടിട്ട് ഞങ്ങളൊന്ന് ചെറുതായിട്ട് മയങ്ങിയപ്പോഴാണ് കൊറിയറിൻ്റെ വീഡിയോ വന്നത്. അങ്ങനെ കൊറിയർ അൺബോക്സ് ചെയ്യാനായിട്ടിരുന്നു. അതിന് മുമ്പ് എനിക്ക് വിഷമിട്ടാണ് ഞാൻ. അപ്പോൾ ഞാൻ വിശക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നൊരു സ്നാക്കാണിത്. ഡേറ്റ്സിനകത്ത് ആൽമണ്ട് തിരികെ കയറ്റിയിട്ട് കഴിക്കും. സൂപ്പർ ടേസ്റ്റാണ്, എൻ്റെ ഫേവറേറ്റാണ്. അത് കഴിച്ചുകൊണ്ട് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇത് ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള കൊറിയറാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. മോനൊരു ബേബി ലോഷൻ, പിന്നെ ഒരു ഡിറ്റർജൻറ്റ് ആൻഡ് കുപ്പി വാഷ് ചെയ്യുന്ന ലിക്വിഡ്, അങ്ങനെ നമ്മൾ. പക്ഷേ എന്ത് സാധനമാണെങ്കിൽ എനിക്കിങ്ങനെ അൺബോക്സ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ആൽമണ്ട് പല്ലിൻ്റെ ഡേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ. ഇനി കുളിച്ച് കഴിഞ്ഞ് മുടി ഡ്രൈ ആയിട്ട് കുറച്ച് സിറമൊക്കെ തേച്ച് ഒന്ന് കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ മുടിയെത്തി. ശേഷം ഔറൂസിന് മുടിയെട്ടി കൊടുത്തു. അതിൻ്റെ ഇടയ്ക്കൊരു ഏത്തപ്പഴം ഔറൂസിൻ്റെതാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. മുടിയൊക്കെ കിട്ടിയിട്ട് അങ്ങനെ സന്തോഷമായിട്ടിരുന്നപ്പോഴത്തേക്കും സോൺപാപ്പടി വന്നു. അത് കഴിച്ചു. പിന്നെ ഒന്ന് ബേബീസിൻ്റെ അടുത്ത് ചേർന്നിരുന്നു. കളിയും ചെയ്യുന്നതായിട്ട് പോകുന്നത് വൈകുന്നേരം. അവൻ പക്ഷേ മൈൻഡ് ചെയ്യുന്നില്ല. അവൻ ഔറൂസിനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.